നമസ്കാരം, എഫ് മീഡിയയിലേക്ക് സ്വാഗതം. ജാഫർ ഇടുക്കി, ഇന്ദ്രൻസ് എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി റഷീദ് പാറയ്ക്കൽ സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് കുട്ടൻ്റെ ശിനിഗാമി. ഇൻവെസ്റ്റിഗേഷൻ, ഹ്യൂമർ, ഫാന്റസി എന്നീ ജോണറിലാണ് റാഷിദ് പാറയ്ക്കൽ ഈ സിനിമ ഒരുക്കിയിട്ടുള്ളത്. ഇതിൽ കുട്ടൻ എന്ന് പറയുന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് ജാഫർ ഇടുക്കിയാണ്. അദ്ദേഹം ഒരു കൂലിപ്പണിക്കാരനാണ്. തേപ്പ് പണിക്കും അതുപോലെ കട്ടപ്പണിക്കും അങ്ങനെ നാടൻ പണിക്കൊക്കെ പോകുന്ന ഒരു വ്യക്തിയാണ്. ശിനിഗാമി എന്ന് പറയുന്നത് നമ്മുടെ ഇന്ദ്രൻ സേട്ടൻ്റെ പേരാണ്. അവർ തമ്മിൽ ഒരിക്കലും ഇതുവരെ ആരും അത്തരമൊരു സൗഹൃദം ഉണ്ടായിട്ടില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. അത്തരമൊരു സൗഹൃദത്തിലൂടെ പോകുന്ന രണ്ട് സുഹൃത്തുക്കളാണ്. സുഹൃത്തുക്കളെന്ന് പറയാൻ പറ്റില്ല, രണ്ട് തലത്തിൽ നിൽക്കുന്നതാണ്. പക്ഷേ ഇതുവരെ മലയാള സിനിമയിൽ ഇത്തരമൊരു സൗഹൃദ രീതിയിൽ ഈ രീതിയിൽ ഒരു സിനിമ ഉണ്ടായിട്ടില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. വളരെ വ്യത്യസ്തമായ പ്രമേയങ്ങൾ ചലച്ചിത്രമാക്കിയിട്ടുള്ള റഷീദ് ഈ സിനിമയിലും വേറിട്ടൊരു പ്രമേയമാണ് ചലച്ചിത്രമാക്കിയിരിക്കുന്നത്. നമ്മളിപ്പോൾ ഈ ഏലിയനൊക്കെ കേട്ടിട്ടില്ല, അതായത് അന്യഗ്രഹത്തിൽ നിന്നും വരുന്ന ചില ജീവികൾ മനുഷ്യനുമായി സൗഹൃദത്തിൽ ഏർപ്പെടുന്നു എന്ന് പറയില്ലേ, അതുപോലെ അല്ലെങ്കിലും അത്തരം ഒരു വേഷനിലൂടെ മറ്റൊരു ലോകത്തു നിന്നും മറ്റൊരു ഇടത്തു നിന്നും വന്നിട്ടുള്ള ഒരു വ്യക്തിയാണ് ശിനിഗാമി. ആ ശിനിഗാമിക്ക് നമ്മുടെ കുട്ടനോട് എന്തോ പറയാനുണ്ട്, അതാണ് ഈ കഥയുടെ പ്രത്യേകത. ശിനിഗാമി എന്ന മൂവിയുടെ ലൊക്കേഷനിലാണ് ഉള്ളത്. ഇതിൽ ഞാൻ കുട്ടൻ്റെ മകളായിട്ട് ഹീറോയിൻ ക്യാരക്ടറാണ്, രമ്യ എന്ന ക്യാരക്ടറാണ് ഞാൻ ഇതിൽ ചെയ്യുന്നത്. ജാഫർക്കയാണ് കുട്ടൻ ക്യാരക്ടർ ചെയ്യുന്നത്. ജാഫർക്കയുടെ മകളായിട്ടാണ് ചെയ്യുന്നത്.
ശരിക്കും പറയാൻ ഇപ്പോഴല്ല, ഈ ചടങ്ങൊക്കെ ഒന്ന് കഴിയട്ടെ, അതുവരെ എനിക്ക് ക്ഷമ തരണം എന്നാണ് ദൈവത്തിനോട് നമ്മൾ പ്രാർത്ഥിക്കുന്നത് അല്ലേ. ഒരു കാലനും ഒരു ആത്മാവും ചേർന്ന് നടക്കുന്ന ഒരു ഇൻവെസ്റ്റിഗേഷനാണ് ഈ ചിത്രം. ഷിനിഗാമി ഒരു ജാപ്പനീസ് വാക്കാണ്. ഷിനിഗാമി എന്നാൽ കാലൻ എന്നാണ് ജാപ്പനീസിലെ അർത്ഥം. കുട്ടൻ എന്ന ആത്മാവായി ജാഫർ ഇടുക്കിയും ഷിനിഗാമിയായി ഇന്ദ്രൻസും അഭിനയിക്കുന്നു. അനീഷ് ജി മേനോൻ, ശ്രീജിത്ത് രവി, സുനിൽ സുഗത, അഷ്റഫ് പിലാക്കൽ, ഉണ്ണിരാജ, മുൻഷി രഞ്ജിത്ത്, പ്രിയങ്ക, അഖില, സന എന്നിവരും പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നു. മഞ്ചാടി ക്രിയേഷൻസിന്റെ ബാനറിൽ അഷ്റഫ് പിലാക്കൽ നിർമ്മിക്കുന്ന ഈ ചിത്രത്തിന്റെ ചിത്രീകരണം പൂർത്തിയായി റിലീസിങ്ങിനായി ഒരുങ്ങുകയാണ്. അത് കേവലം ഒരു നേരം പോക്കിനേക്കാൾ അപ്പുറം ചിരിക്കാനും ചിന്തിക്കാനുമുള്ള, നല്ലൊരു ഫാമിലി മൂഡിൽ കാണാനുള്ള ഒരു അവസരം ഈ സിനിമ ഒരുക്കും. കുട്ടൻ്റെ ഷിനിഗാമി എന്ന സിനിമയ്ക്ക് എല്ലാവിധ വിജയാശംസയും നേർന്നുകൊണ്ട് മറ്റൊരു സിനിമാ വിശേഷങ്ങളുമായി വീണ്ടും കാണാം.